ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഹെൽത്തി ഡ്രിങ്കാണ് കേട്ടോ. ഇതിപ്പോൾ കർക്കിടക മാസമാണ്. ഈ ഒരു കർക്കിടക മാസത്തിലാണ് നമ്മൾ ഇതുപോലുള്ള ഹെൽത്തി ഡ്രിങ്കൊക്കെ കൂടുതലും കുടിക്കേണ്ടത് കേട്ടോ. ഇതൊരു ഔഷധവും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ വെറും 3 ചേരുവ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെൽത്തി ഡ്രിങ്ക് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനും. ഇത് കുടിക്കുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന നടുവേദന, സന്ധിവേദന, കൊളസ്ട്രോൾ കുറയാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരബലം കൂട്ടാനും അതുപോലെ ആരോഗ്യം മെച്ചപ്പെടുത്തി നമ്മുടെ സൗന്ദര്യം നിലനിർത്താനൊക്കെ വളരെ നല്ലൊരു ഡ്രിങ്കും കൂടിയാണ് കേട്ടോ ഇത്. ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് ഉലുവയാണ് എടുത്തിട്ടുള്ളത്. ഉലുവയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. നമ്മുടെ ശരീരത്തിന് സൗന്ദര്യം കൂട്ടാനുള്ള ഏറ്റവും നല്ലൊരു ഐറ്റം കൂടിയാണ് ഈ ഉലുവ എന്നുള്ളത്. അപ്പോൾ ഈ ഉലുവ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ തുടർച്ചയായിട്ട് ഒരു 3 ദിവസമെങ്കിലും നമ്മളൊരാൾ കുടിക്കണം, എങ്കിലാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഈ ഒരു മാസം അല്ലെങ്കിലും നമുക്കത് കുടിക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ ഈ ഒരു മാസം കുടിക്കുകയാണെങ്കിൽ അതിനുള്ള ഒരു ബെനിഫിറ്റ്സ് നമുക്ക് വേറെ തന്നെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിറ്റേ ദിവസമായിട്ടുണ്ട് കേട്ടോ. പിറ്റേ ദിവസമാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇന്ന് രാവിലെ നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിലാണ് നമ്മളിത് വേവിച്ചിടേണ്ടത്. അതായത് ഗ്യാസുമലോ അല്ലെങ്കിൽ വിറകടുപ്പിലോ നമുക്കിത് വേവിച്ചിടാവുന്നതാണ്. വേവിച്ചിട്ടതിന് ശേഷം പിറ്റേ ദിവസം രാവിലെയാണ് നമ്മളിതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കേണ്ടത്. ആ ഒരു രീതിക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇടാൻ മറന്നത് കൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കുന്നത്. രാത്രിയിലാണ് ഇട്ടുണ്ടായിരുന്നത്, പിറ്റേ ദിവസം രാവിലെയാണ് വേവിക്കാനായിട്ട് വെച്ചതും. ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ ഏറ്റവും നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ചെയ്യുന്നതാണ് കേട്ടോ. ഞാനിവിടെ വിറകടുപ്പിലാണ് ഇത് വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ പെട്ടെന്നായി കിട്ടും. ഇനി അതിലേക്ക് വേണ്ടിയിട്ട് 4 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കരക്ക് പകരം നമുക്ക് കരിപ്പെട്ടിയില്ലേ, ചക്കര, അത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വെക്കാം. പിന്നെ കരിപ്പെട്ടി ആണെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തിയും കൂടി ആവട്ടെ. പിന്നെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് എടുത്താൽ മതി. ഇപ്പോൾ നമ്മളിവിടെ വേവിക്കാൻ വെച്ചിട്ടുള്ള ഉലുവ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, അതിങ്ങനെ വിണ്ട് നിൽക്കുന്നുണ്ടാവും. അതാണ് ആ ഒരു വേവിൻ്റെ പാകം. ഒരു 5 മിനിറ്റ് കൂടി ഞാനൊന്നിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലത്തെ വെള്ളം കുറച്ചുകൂടി ഒന്ന് വറ്റി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അടുപ്പിൽ അതുകൊണ്ട് പെട്ടെന്നായി കിട്ടും കേട്ടോ. ഇനി അതിലേക്ക് വേണ്ട തേങ്ങാപ്പാലിൻ്റെ അളവ് ഞാൻ ഇവിടെ കാണിക്കാം. ഞാൻ മുമ്പ് ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് ഇതുപോലെ അളവൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. തേങ്ങാപ്പാൽ അങ്ങനെ ഒഴിക്കണതാണ് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 3.5 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. കറക്റ്റ് 3.5 കപ്പ്, 250 ml കപ്പിൽ കറക്റ്റ് 3.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല കട്ടിപ്പാല് വേണം എടുക്കാനായിട്ട്. ഈ പാലുള്ളന്ന അതേ കപ്പ് കൊണ്ട് 3 കപ്പ് തേങ്ങയായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഈ ഒരു പാല് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് 3.5 കപ്പ് വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോഴേക്കും നമ്മൾ വേവിച്ചെടുത്ത ഉലുവ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ ആവശ്യത്തിന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വെള്ളത്തോട് കൂടി തന്നെ നമ്മൾ അടിച്ചെടുക്കണം. ഇനി അടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉലുവയിൽ നിന്ന് കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പോളം വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ടിയായപ്പോൾ ഞാൻ അതൊന്നുകൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ് ഇട്ടത്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. പാല് 3 കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ പാല് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 2 കപ്പ് ശർക്കര പാനിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ശർക്കര നേരത്തെ തന്നെ പാനിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടൊക്കെ കുറച്ച് പോയിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഫുള്ളായിട്ടാണ് കിട്ടിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നൊന്നുമില്ല. ഇതിൽ തന്നെയാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നല്ല പോലെ തന്നെ കട്ടൊക്കെ വിട്ടിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മുടെ ഈ ഉലുവാപ്പാൽ നമുക്ക് കിട്ടേണ്ടത്. എനിക്കിപ്പോൾ മധുരം കുറച്ച് പോരാൻ തോന്നിയപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് മതിയാവും. ഞാൻ ആദ്യത്തെ അളവ് കറക്റ്റാണ് കേട്ടോ. എനിക്ക് ഇത്തിരി മധുരം കൂടുതൽ വേണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടി ചേർത്തിട്ടുള്ളത്. മധുരം കൂടുതൽ വേണമെന്നുള്ളവർ മാത്രം ഇതുപോലെ ചെയ്താൽ മതി. അതല്ലെങ്കിൽ ശർക്കരയുടെ അളവ് ഒത്തിരി കൂട്ടിയെടുത്താലും മതി. 4 എന്നുള്ളത് ഒരു 5 എടുത്താലും മതിയാവും കേട്ടോ. ഇപ്പോൾ തേങ്ങാപ്പാലും ശർക്കരപ്പാനിയും എല്ലാം കൂടി നമ്മളിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഹെൽത്തി ഡ്രിങ്കായ ഉലുവാപ്പാൽ അല്ലെങ്കിൽ ഉലുവ പിഴിഞ്ഞത് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുടിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യേണ്ടതില്ല കേട്ടത്. ഇത് എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിലാണ് കേട്ടോ നമ്മളിത് കുടിക്കേണ്ടത്. ഇതുപോലുള്ള മരുന്നുകളൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മളിത് വെറും വയറ്റിൽ തന്നെ വേണ്ട കുടിക്കാനായിട്ട്. അത് പ്രത്യേകം എല്ലാവരും ഓർക്കണം. അപ്പോൾ നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും സൗന്ദര്യം നിലനിർത്താനുള്ള ഒരു ഹെൽത്തി ഡ്രിങ്കാണ് ഞാനിവിടെ കാണിച്ചത്, ഉലുവാപ്പാൽ അല്ലെങ്കിൽ ഉലുവ പിഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു കർക്കിടക മാസം കഴിയുമ്പോൾ തന്നെ എല്ലാവരും ഈ ഒരു ഹെൽത്തി ഡ്രിങ്ക് തയ്യാറാക്കി കൊടുക്കണം. ഞാൻ പറഞ്ഞത് മറക്കരുത്, കഴിയുന്നത് 3 ദിവസമെങ്കിലും തുടർച്ചയായിട്ട് കഴിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ വരെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.